നമസ്കാരം. ഹണി റോസും ബോബി ചെമ്മണ്ണൂരും തമ്മിൽ നടന്ന നിയമയുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത്. ഹണി റോസിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് ബോബി ചെമ്മണ്ണൂർ തൻ്റെ ഒരു ജുവലറി ഉദ്ഘാടനത്തിന് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ അവസരത്തിലാണ് ഹണി റോസിനെ കാണുമ്പോൾ തനിക്ക് കുന്തി ദേവിയെയാണ് ഓർമ്മ വരുന്നത് എന്ന തരത്തിലുള്ള പല പരാമർശങ്ങളും നടത്തുകയും ഹണി റോസിനെ പൊതുജന മധ്യത്തിൽ വെച്ച് ലൈംഗികപരമായ രീതിയിലുള്ള അധിക്ഷേപ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ മനസ്സിനെയും അഭിമാന ബോധത്തെയും വ്രണപ്പെടുത്തുന്ന രീതിയിൽ ബോബി ചെമ്മണ്ണൂർ സംസാരിച്ചു എന്ന് കാണിച്ചുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിനെതിരെ നടി ഹണി റോസ് ഒരു കേസ് കൊടുത്തിരുന്നു. ഈ കേസിന്മേൽ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ റിമാൻഡിലായിരിക്കുന്നു. കോടതിയിൽ നിന്നും ജാമ്യം കിട്ടാതെ അയാൾ 14 ദിവസത്തേക്ക് ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പ്രേക്ഷകരുമായി ഏറ്റവും പുതിയതായി പങ്കുവയ്ക്കാനുള്ളത്. എന്നാൽ ഇതിനിടയിൽ മറ്റ് രസകരമായ പല സംഭവങ്ങളും സമൂഹത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ചും സമൂഹത്തിലെ ചെറുപ്പക്കാരുടെ ലൈംഗിക തൃഷ്ണകളെ മുതലെടുക്കുന്ന തരത്തിൽ മറച്ചുവെക്കേണ്ട ഭാഗങ്ങളെല്ലാം തുറന്നു കാണിച്ചുകൊണ്ട് ഹണി റോസ് തൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ഇത്തരം സന്ദർഭങ്ങൾ വിനിയോഗിക്കുന്നു. ഉദ്ഘാടനം പോലുള്ള വേദികളിൽ സഭ്യതയ്ക്ക് നിരക്കാത്ത രീതിയിൽ വസ്ത്രധാരണവുമായി എത്തുന്നു എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളടക്കം പല മാധ്യമങ്ങളിലും ഇപ്പോൾ കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. വസ്ത്രധാരണവും ഭക്ഷണ രീതിയുമെല്ലാം ഒരാളുടെ സ്വാതന്ത്ര്യമാണ്. അതിനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട് എന്ന് ഹണി റോസ് പറയുമ്പോൾ പോലും സഭ്യമായ വസ്ത്രധാരണത്തോടു കൂടി എന്തുകൊണ്ടാണ് ഹണി റോസിന് പൊതുവേദിയിൽ വരാൻ സാധിക്കാത്തത് എന്നുള്ള പരാതി നാലുപാട് നിന്നും ഉണരുന്നു. ബോബി ചെമ്മണ്ണൂർ ഹണി റോസിന് വ്യക്തിപരമായും അവരെ ലൈംഗികപരമായും അധിക്ഷേപിച്ചത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. അത് തെറ്റ് തന്നെയാണ്. ബോബി ചെമ്മണ്ണൂരിനെ ഈ വിഷയത്തിൽ തുറന്ന് എതിർക്കുന്നവരും ഹണി റോസിന്റെ വസ്ത്രധാരണ രീതിയോടും അവരുടെ പ്രകൃതത്തോടും കൃത്യമായി തന്നെ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. സാമൂഹ്യ പ്രവർത്തകനായ രാഹുൽ ഈശ്വർ, ശബരിമല കുടുംബത്തിലെ താഴമൺ തന്ത്രി കുടുംബത്തിലെ പ്രമുഖനായ വ്യക്തിയാണ് രാഹുൽ ഈശ്വർ തന്നെ ഹണി റോസിന്റെ വസ്ത്രധാരണ രീതിയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നു. ഹണി റോസ് എന്ന നടിയെ തനിക്ക് വളരെ ഇഷ്ടമാണ്. ഒരു കലാകാരി എന്ന രീതിയിൽ, ഒരു അഭിനേത്രി എന്ന രീതിയിൽ ഹണി റോസിനെ താൻ അംഗീകരിക്കുന്നു, ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. എന്നാൽ പല പൊതുവേദികളിലും അവർ പ്രത്യക്ഷപ്പെടുമ്പോൾ അവരുടെ വസ്ത്രധാരണ രീതി കേരളത്തിലെ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ചെറുപ്പക്കാരുടെ ലൈംഗിക തൃഷ്ണകളെ മുതലെടുക്കുന്ന തരത്തിൽ തന്നെയാണ് അവർ അത്തരം അവസരങ്ങൾ വിനിയോഗിക്കുന്നത്. അതേ രൂപത്തിൽ തന്നെയാണ് അവർ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാറുള്ളത്. അവരുടെ വസ്ത്രധാരണ രീതിയോട് തനിക്ക് യോജിക്കാൻ കഴിയില്ല എന്ന് രാഹുൽ ഈശ്വർ പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി. ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ ലൈംഗികപരമായി അധിക്ഷേപിച്ചത് ഒരു കാരണവശാലും ന്യായീകരിക്കുന്നില്ല, അത് തെറ്റായ പ്രവണതയാണ് എന്ന് രാഹുൽ ഈശ്വർ പറയുമ്പോൾ തന്നെ ഹണി റോസിൻ്റെ വസ്ത്രധാരണ രീതിയോടുള്ള വിയോജിപ്പും രാഹുൽ ഈശ്വർ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതിനെതിരെ കൃത്യമായ രീതിയിൽ തന്നെയാണ് ഹണി റോസ് ഇപ്പോൾ ഒരു FB കുറിപ്പിട്ടിരിക്കുന്നത്. രാഹുൽ ഈശ്വർ താഴമൺ കുടുംബത്തിൽ ജനിച്ച ആൾ തന്നെയാണ് എങ്കിലും അദ്ദേഹം പൂജാരി ആകാതിരുന്നത് നന്നായി എന്ന് തന്നെയാണ് ഹണി റോസ് എഴുതിയിരിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള പല അഭിപ്രായ പ്രകടനങ്ങളും നടത്തുന്ന ആളുകളെ പൂജാരിയായി കാണുവാനോ ബഹുമാനിക്കുവാനോ പൊതുസമൂഹത്തിന് സാധിക്കില്ല എന്ന രീതിയിൽ തന്നെയാണ് ഹണി റോസിൻ്റെ FB കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ രാഹുൽ ഈശ്വർ താൻ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അമ്പലത്തിലായാലും പള്ളിയിലായാലും പൊതു ഇടങ്ങളിലായാലും നമുക്കെല്ലാവർക്കും ഒരു ഡ്രസ് കോഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഭരണഘടന പ്രകാരം എല്ലാവർക്കും അവരവരുടെ ഇഷ്ട വസ്ത്രം ധരിക്കുന്നതിനോ ഭക്ഷണം കഴിക്കുന്നതിനോ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. എങ്കിലും സഭ്യമായ രീതിയിലല്ലാതെ ഏതെങ്കിലും വേദികളിൽ അത്തരത്തിൽ വസ്ത്രധാരണം ചെയ്തു വരിക എന്നുള്ളത് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. അക്കാര്യത്തിൽ ഹണി റോസിനോട് യോജിക്കാൻ കഴിയില്ല. പല പൊതുവേദികളിലും ഹണി റോസ് പ്രത്യക്ഷപ്പെടുന്നത് ചെറുപ്പക്കാരുടെ ലൈംഗിക തൃഷ്ണകളെ മുതലെടുക്കുന്ന രീതിയിൽ തന്നെയാണ് എന്നുള്ളതാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത്. എന്നാൽ ഈ വിഷയത്തിൽ രാഹുൽ ഈശ്വറിനെ പൊളിച്ചെടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഹണി റോസ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ തിരിഞ്ഞ ഹണി റോസ് നാളെ ഇനി രാഹുൽ ഈശ്വറിനെതിരെ കേസ് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളതറിയില്ല. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് സുപ്രധാനമായ ഒരു വിധി പ്രസ്താവ്യം പുറത്തു വരികയുണ്ടായി. അതായത് സ്ത്രീ ശരീരത്തെക്കുറിച്ച് അമിതമായി വർണ്ണിക്കുന്നത് പോലും സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെയോ ആത്മാഭിമാനത്തെയോ മുറിപ്പെടുത്തുന്ന രീതിയിൽ കണക്കാക്കപ്പെടും എന്ന് പറയുമ്പോൾ ഇനി ഹണി റോസിനെ എന്നല്ല ഏതെങ്കിലും പെൺകുട്ടികളുടെയോ സ്ത്രീകളുടെയോ വസ്ത്രധാരണത്തെക്കുറിച്ചോ അവരുടെ ശരീര വടിവിനെക്കുറിച്ചോ എല്ലാം മോശമായ രീതിയിൽ അല്ലെങ്കിൽ അമിതമായ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയാണെങ്കിൽ തീർച്ചയായും കോടതിയുടെ കണ്ണിൽ നിയമത്തിന്റെ മുന്നിൽ അത് സ്ത്രീ
സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള സ്ത്രീയെ ശാരീരികമായി അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തലായി പുറത്തു വരികയാണെങ്കിൽ തീർച്ചയായും എല്ലാവരും നിയമത്തിൻ്റെ പരിധിയിൽ വരും, കുടുങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും രാഹുൽ ഈശ്വറിനെതിരെ ഇപ്പോൾ ഹണി റോസ് കേസ് കൊടുത്തിട്ടില്ല. എന്നാൽ രാഹുൽ ഈശ്വർ ഇതേ തരത്തിൽ പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തൻ്റെ വസ്ത്രധാരണം, തൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി തനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, തനിക്ക് അതിനുള്ള പൗരാവകാശമുണ്ട് എന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹണി റോസ് രാഹുൽ ഈശ്വറിന് നേരെ കേസിന് പോവുകയാണെങ്കിൽ ബോബി ചെമ്മണ്ണൂർ ചെസ് നമ്പർ 1, രാഹുൽ ഈശ്വർ ചെസ് നമ്പർ 2 എന്ന രീതിയിൽ ഇനി കേരളത്തിൽ പല രീതിയിലുള്ള അറസ്റ്റുകൾ നടക്കുമോ, പലരും തടവറയ്ക്കുള്ളിലാകുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.